ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനും അജും അച്ചും കൂടെ മുതലമടയിലേക്ക് പോവാണ്. നമ്മുടെ അച്ഛന്റെ വീടാണ് മുതലമട. ഫസ്റ്റ് ടൈമാണ് നമ്മൾ മൂന്നാളും മാത്രമായിട്ട് നമ്മൾ പോണത്. നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. മൂന്നാളും മാത്രമായിട്ട് ട്രെയിനിൽ പോകുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ. അപ്പൊ നമ്മള് ഇവിടുന്ന് 1 മണിക്കൂറോളം ട്രാവൽ ഉണ്ട് നമുക്ക് പാലക്കാട്ടേക്ക്. പാലക്കാട് പോയിട്ട് വേണം നമുക്ക് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേണം പോവാന്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. ബസ് സ്റ്റോപ്പിൽ പോയിട്ടാണ് നമ്മൾ ബസ് കയറുന്നത്. അപ്പം നമ്മൾ അനുവിനും ആദ്യം നോട്ട് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് നോട്ട് ബുക്ക് വാങ്ങിയിട്ട് വേണം പോകാൻ. നമ്മൾ പാലക്കാട്ടിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ വിചാരിച്ചു മണ്ണാർക്കാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോവാമെന്ന്. മഴ പെയ്തു, നമുക്ക് കുടയുണ്ട്, പക്ഷെ നമ്മൾ കുട എടുക്കാതെയാണ് നടക്കുന്നത്. എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, ചെറിയൊരു ചാറ്റൽ മഴയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുട എടുക്കാതെ നടക്കണത്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് മിക്കവാറും പനി വരും. അപ്പോൾ ഗൈസ്, നമ്മൾ ഒലോക്കോട് ഇറങ്ങിയിട്ട് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. നമ്മൾ 6:30 ആകുമ്പോഴേക്ക് എത്തി. അരമണിക്കൂർ നേരത്തെ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോവാന്ന്. നമുക്കിനി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിന് വരും. 7 മണിയുടെ മുന്നേ എന്തായാലും ട്രെയിന് വരും. നമ്മൾ 7:50 ആകുമ്പോൾ നമ്മുടെ മുതലമട എത്തുകയും ചെയ്യും. നമ്മളിതാ 3 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് അവർ ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിനിലാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കയറിയിരിക്കാം. സമയം 6:41 ആയിട്ടേ ഉള്ളൂ. ഇനി എടുക്കാൻ 20 മിനിറ്റ് ഉണ്ട്. ഞാൻ കുറേ കാലമായി ട്രെയിനിൽ കയറിയിട്ട്. കുറേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലമായി. ഞങ്ങൾ പണ്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് പോരുന്നത് ഫുള്ള് ട്രെയിനിലായിരുന്നു. ആ സമയത്ത് നമുക്ക് 5 മണി 5:30 സമയത്ത് ട്രെയിൻ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പാലക്കാട് വരെ വന്നിട്ട് ട്രെയിനിൽ പോകാമെന്ന് ചെയ്തിരുന്നത്. പക്ഷെ കുറച്ച് കാലത്തിന് ആ ട്രെയിൻ ഉണ്ടായിരുന്നില്ല, അത് സ്റ്റോപ്പ് ചെയ്തു. ഗൈസ്, ഇപ്പോൾ സമയം 6:59 നമുക്ക് ഈ ട്രെയിന് 7 മണിക്ക് തന്നെ എടുക്കുമോ നോക്കാം. കറക്റ്റ് 7 മണിക്ക് ട്രെയിൻ എടുത്തു. വന്നിരുന്നു പറഞ്ഞില്ലേ, നമ്മൾ അച്ഛൻ്റെ കൂടെ വരുന്ന സമയത്ത് നമുക്ക് കാറുണ്ടായിരുന്നു. നമ്മൾ 5 കൂടെ കാറിലായിരുന്നു പോയിരുന്നത്. അച്ഛൻ അങ്ങോട്ട് വിരുന്ന് നിൽക്കാൻ വരുന്ന സമയത്ത് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വൈകുന്നേരം വരെ ഇരുന്നിട്ട് വൈകുന്നേരം ട്രെയിനിനാണ് വരാം. അപ്പോൾ ആ ട്രെയിനിൽ അത്യാവശ്യം അങ്ങനെ തിരക്കുണ്ടാവില്ല, എന്നാലും തിരക്കുണ്ടാവുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അതുകൂടെ ഓടിയൊക്കെ കളിച്ചിട്ടൊക്കെ ഇരിക്കും. അങ്ങനെ നല്ല രസമായിരുന്നു ഒന്നൊക്കെ. പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മളിപ്പോഴാണ് ട്രെയിനിൽ പോകാൻ വേണ്ടി തുടങ്ങിയത്. കൊല്ലംകോട് എത്തിയിട്ടുണ്ട്. കൊല്ലംകോട് കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ മുതലമട. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ എന്തായാലും നമ്മൾ എത്തും. നമ്മൾ മുതലമട എത്തി. നമ്മൾ ഇതിൻ്റെ അപ്പുറത്തോട്ട്
ആണ് നമ്മുടെ പണ്ടത്തെ വീട്. നമ്മൾ പണ്ട് പോയിരുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതിങ്ങനെ ചാടി 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 ചാടിയിട്ടൊക്കെ ആയിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് കുറേ മൂവി ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങളതൊന്നും എന്തോ ഭയത്തിന് കണ്ടിട്ടില്ല. ഞങ്ങൾ ആകെ കണ്ടിട്ടുള്ളത് ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് മാത്രമാണ്. അത് ഞങ്ങൾ 8th പഠിക്കുമ്പോഴായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്താനായി. നമ്മൾ പിള്ളേർക്ക് കുറച്ച് മുട്ടായൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇനി അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ലേറ്റ് ഇല്ല, ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ പറയുന്നത്. അപ്പൊ ഗൈസ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദിക്കുട്ടൻ. പല്ലൊക്കെ പോയി, ഉപദ്രവമാണ്. ഇതാണ് നമ്മുടെ അനുപതിക. ഇവളുടെ അരങ്ങേറ്റാണ് നമുക്ക് 30-ാം തീയതി ഗുരുവായൂർ വെച്ചിട്ടില്ല. അനു എക്സൈറ്റഡ് ആണോ അരങ്ങേറ്റത്തിന്? യെസ്, ഞാനും എക്സൈറ്റഡ് ആണ് അവളുടെ അരങ്ങേറ്റം കാണാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഫുഡ് കഴിച്ചു. ഇനി ഇതപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.